ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. Happy New Year. Happy New Year. Happy New Year. Full Happy New Year. Happy New Year. Happy New Year. ഇതല്ലേ നിങ്ങൾക്ക് സാധിക്കാന്ന് പറഞ്ഞല്ലേ ഹായ് see what you can offer like chicken barbecue What size, sir? medium Take away salad. here yeah 30 minutes. Thank you, sir. Happy New Year. thank you hello friends ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വേണ്ടിയിട്ട് റാസൽ കെമയിൽ വന്നേക്കാം ഇവിടുത്തെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7-8 മണിയായി. നല്ല ട്രാഫിക് ആണ് പോകുന്ന വഴിയില്. ഇങ്ങനെ ട്രാഫിക്കൊക്കെ താണ്ടി നമ്മൾ റാസൽ കെമയിൽ എത്തി. അവിടുന്ന് പാർക്കിങ്ങിന്റെ അവിടെ എത്തി. പാർക്കിംഗ് ഒരു ചെറിയ എക്സിറ്റ് മിസ്സായി. തിരിച്ച് രണ്ടാമത് ഇറങ്ങി. എല്ലാ യൂ ടേൺസും അവർ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഓൾ ദ വേ നമ്മളൊരു 13 കിലോമീറ്റർ വീണ്ടും റൗണ്ട് ചെയ്ത് അങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ചു വീണ്ടും അവിടെ തന്നെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി. വേറെ സ്ഥലത്ത് കിട്ടിയത്. പിന്നെ അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയർ ബൈ ഒരു മോളുണ്ട്. ആ മോളിൽ വന്നേക്കാണ്. ഭക്ഷണം ഒക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം പിടിക്കും. പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഇപ്പൊ എന്തായാലും ഒരു 30-35 മിനിറ്റ്സ് എടുക്കും. ഇനി ഭക്ഷണം കഴിച്ച് നേരെ ഫയർ വർക്ക്സ് നോക്കി കാണും. നമ്മൾക്ക് ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഒരുമിച്ചുള്ളത്. കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. യെസ്. അപ്പൊ ഞങ്ങളത് തകർച്ച പൊളിക്കാൻ നേരിട്ടേക്കുന്നു. ഇപ്പൊ ടൈം 10:15. സോ 10:15 അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിനോട് ഒരു പിസ്സ വന്നു. ടേസ്റ്റ് ഒന്നും അറിയില്ല. അവരെ ബെസ്റ്റ് സെല്ലിംഗ് അങ്ങനുണ്ട്. അടിപൊളിയാ. ടേസ്റ്റ് ഉണ്ടോ? ഇനി വിശക്കെന്ന് പറയാം ഇടക്കിടക്കിട്ട്. ചോറല്ല അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞത് സൂപ്പർ സാധനം. അവര് ബെസ്റ്റ് തന്നെയാണ് തോന്നുന്നു. അവരെ ബെസ്റ്റ് തന്നെയാണ്. ബെസ്റ്റ് സെല്ലറാ സ്പൈസി. നമ്മൾ ആദ്യം ബീഫിക്കാണ് ഓർഡർ ചെയ്ത്. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കുന്ന അത്രയും വരില്ല. പിന്നെ ഇയാളൊപ്പം ഉണ്ടാക്കി. ഗൈസ് കണ്ട ആന കിടന്നോട്ട് കൂട്ടുകാരില്ല എന്ന് പറയുന്ന അവസ്ഥയായി. ഇതെല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒക്കെ തീർത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു തരി പോലും വേസ്റ്റ് വന്നിട്ടില്ല. ഇതെന്തോ ഒരു സൂപ്പ് എന്തോ ബാക്കിയൊന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത്. നമുക്ക് വിട്ടാലോ? എവിടെ പോകണം? ഫയർ വർക്കിന്റെ അടുത്ത് വിട്ടാലോ? ഓക്കെ ബൈ. സീ ഗൈസ്, ട്രാഫിക് നോക്കിയ എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഈ ഫയർ വർക്കിന്റെ ഡെസ്റ്റിനേഷനിലേക്ക്. വണ്ടി എടുത്തുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഒന്നും എത്തില്ല കേട്ടാ. സീ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. നല്ല ട്രാഫിക്കാ, ഫുൾ ട്രാഫിക്. രസമല്ലേ ഇതേപോലെയൊക്കെ വൈകിട്ട് രാത്രി ഒരു ഗ്രൂപ്പ് ക്രൗഡായിട്ട്. നമ്മളെ നാട്ടിൽ പണ്ട് പൂരത്തിനൊക്കെ പോയിരുന്ന അതേ ഒരു ഫീലാണ്. വൈകിട്ട് പൂരത്തിനൊക്കെ പോലെ ഉത്സവത്തിന് ഏകദേശം അതേപോലെ തന്നെയാണ് വണ്ടികളും പോകുന്നു, തിരക്ക്. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ സുഖമല്ലേ? എന്തായിട്ട് ഇവിടുന്ന് നേരിട്ട് കാണാലോ. കഷ്ടപ്പെട്ട് നടക്കണ്ട. എന്നാ പിന്നെ ബുർജ് ഖലീഫ താമസിക്കുന്നവർക്ക് സുഖമല്ലേ? ബുർജ് ഖലീഫിന്നാണ് ഫയർ വർക്ക്സ് വരുന്നത് അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഉള്ളിൽ താമസിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങണ്ട. അല്ല, അവിടെ തന്നെ ഒന്ന് കണ്ടൂടെ അവർക്ക്? പുറത്തേക്കല്ലേ ഫയർ വർക്ക്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് മുകളിലോട്ട് നോക്കിയാ പോരെ? അല്ലല്ല, ബിൽഡിങ്ങിനുള്ളിലുള്ളവർക്ക് കാണാൻ പറ്റാം. ചിലപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതെ അതെ. നമുക്ക് എന്തായാലും ഇതാ നല്ലത്. നോക്കിയാ ഇങ്ങനെ നടന്നൊക്കെ പോയി അവിടെ കുറെ നേരം നിന്ന് വെയിറ്റ് ചെയ്ത് ഫയർ വർക്ക്സ് ഒക്കെ കണ്ട് അടിപൊളിയായിരിക്കും അല്ലേ?
ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. എന്തേ നൈസല്ലേ? സങ്കടമാണ് നടക്കണേ. നമ്മളിങ്ങോട്ട് നേരെ നടക്കാൻ എല്ലാരും നേരെ പോണ്ടേ, അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ട. ഇത് ഏകദേശം ഇവരെ കയ്യിൽ നിന്ന് പോയ മട്ടാണ്. കാരണം റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് അവരെന്നെ എന്ത് ചെയ്യും എന്നുള്ള ഒരു അന്താളിപ്പിലാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാര് അത് തന്നെ പാർക്കിംഗ് ഇട്ടിട്ട് രസമാണ്. പാർക്കിംഗ് ഇട്ടിട്ട് നടക്കണം. ആ നമുക്കൊരു ഇപ്പൊ ക്രൗഡിന്റെ ഒപ്പം അങ്ങോട്ട് നടക്കാം. അത് തന്നെ രാത്രി ഓൾമോസ്റ്റ് 12:15 ഇനി 45 മിനിറ്റ്സ് മാത്രം ന്യൂ ഇയറിന്. പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ? പരിപാടിയൊക്കെ ഉണ്ടാ? മർജാൻ ഐലൻഡ് എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. കുറെ ലൈറ്റിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നടക്കാം. ഇപ്പൊ റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് ഇവിടുന്ന് നമുക്ക് ഫുൾ ഇങ്ങനെ നടക്കാം. കാട്ടിത്തരാം നമുക്ക്. കണ്ട റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കാം. See, everybody is walking towards a point. That point nobody doesn't know. അതാണ് ഇവിടുത്തെ അവസ്ഥ. നേരെ നടക്കുക. ക്രൗഡ് ഇങ്ങോട്ട് നടക്കുന്നോ അങ്ങോട്ട് നടക്കുക. അവിടെ ഒരു വലിയ ഗ്രൗണ്ട് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അവിടെയൊന്നും തോന്നുന്നു ഈ പരിപാടികളൊക്കെ നടക്കാനുള്ള പ്ലാൻ. ഇവിടെ ഉണ്ടോ നമ്മൾ വന്നേക്കണത്. നിങ്ങളൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്താണ്. ഈ പുഴവക്കത്താണ്, അല്ല ഇത് കടലാണ്. കടലിൻ്റെ വക്കത്താണ് നമ്മൾ മെയിനായിട്ട് വെടിക്കെട്ട് ഫയർ വർക്ക്സ് നടത്തുന്നത്. ഈ റോഡിൻ്റെ ഈ റെഡ് ലൈൻ പോകണോ നിങ്ങൾ? ഇത് ഫുള്ള് ട്രാഫിക്കാട്ടാ. ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ ട്രാഫിക് ഇവിടെയൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത്. ഗൈസ് ഇവിടെ കുറേ ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട്. പോപ്കോണും ഇതെല്ലാം ചെറിയ ടെൻ്റൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട്. ഈ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത്. നിങ്ങൾ പോയി നോക്കാം. ഇവിടെ തന്നെ നിൽക്കാൻ വെളിച്ചില്ലാത്ത കാരണം കുറച്ച് വെട്ടത്തിപ്പ് വരണാണ്. ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തെല്ലാമൊക്കെ ഭക്ഷണങ്ങളുണ്ട്. ബർഗറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബർഗർ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ നോക്കിയാൽ LED ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കച്ചവടത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് സെയിൽ ചെയ്യണത്? ഇങ്ങനത്തെ ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. We already had. We will come back for sure. Yeah, sure. Happy New Year to you, my dear. Same to you, brother. Okay. അല്ല ടെമ്പററി പോട്ട ക്യാബിൻ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ട്രക്കാണ്. ട്രക്കിലോട് കണക്റ്റായിട്ടാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ഞാൻ പറഞ്ഞ നമ്മളെ നാട്ടിൽ പൂരപ്പറമ്പിൻ്റെ ആ ഒരു ഫീലൊക്കെ വരണില്ല. ഇപ്പോൾ ഏകദേശം ഫീലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. ഇതെന്താണ്, ബജ്ജിയാണോ? ബജ്ജിയൊന്നുമല്ല, വേറെന്തോ സെറ്റപ്പൊക്കെയാണ്. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയാണോ എന്താണെന്നറിയില്ല. സോ വി വിൽ ട്രൈ വാട്ട് ഹി ഈസ് മേക്കിംഗ്. ആദ്യം ഒരു മാവ് എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ പരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിങ്ങനെ കംപ്ലീറ്റ് ആക്കി മയണൈസാണോ നാട്ട് അതൊക്കെ തേച്ച് സെറ്റാക്കിയ പുള്ളി. നമ്മളൊന്നും ശ്രദ്ധിക്കണേ ഇല്ല. പുള്ളിയുടെ വർക്കിൽ തന്നെയാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ. നേരെ മടക്കിയിട്ട് ഏകദേശം നമ്മളെ ദോശ തന്നെ ഡിഫറെന്റ് മോഡൽ ദോശ. സംഭവം പരിപാടി കഴിഞ്ഞു. അടുത്തത് പുള്ളി ഏകദേശം പറഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ കൊറേ നേരമായിട്ട്. എന്തോ കാലുവാൻ എടുക്കണ? അതേ പൂരപ്പറമ്പിലൊക്കെ പോയി നല്ല പരിചയം വേണം. ഞാനുണ്ടല്ലോ പൂരങ്ങളായ പൂരപ്പറമ്പുകൾ മൊത്തം നടന്നിട്ട് വരണാണ്. മനസ്സിലായ?
എന്റെ അടുത്ത് ഇതൊന്നും ഒരു മാറ്റർ അല്ല. ഇനി ഇതല്ല, നാളെ നേരം വരെ വേണമെങ്കിൽ ഞാൻ ഈ പറമ്പിൽ നടക്കുമെന്ന് വെച്ചാൽ നടക്കും. ഇത് നോക്കിയ ഗൈസ്, ഒരു വെറൈറ്റി സാധനം, ഒരു സിലിണ്ടർ പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിന് ഇങ്ങനെ തീ വന്നോണ്ടിരിക്കുക. എന്തിനാ? ചൂട് കായാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. എന്താന്ന് മനസ്സിലാവണല്ലോ. അതോ ജസ്റ്റ് ഷോയാ? മേ ബി വേറെ പർപ്പസ് ഒന്നുമില്ല കേട്ടാ, ഷോ ആണ്. തീ തന്നെയാണ് പറഞ്ഞത്. ഗ്യാസ് കത്തിച്ചിട്ട് അത് നമ്മളെ പെട്രോമാക്സ് ഒക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. ചൂട് കായാൻ വേണ്ടിയിട്ടുള്ളതാ. ഒരാൾ ചൂട് കായുണ്ട്. എന്താ ഫെസിലിറ്റീസ് അല്ലേ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. മിസ് 11:35. ഒരു 25 മിനിറ്റ് കൂടി. ഇതൊരു ടെമ്പററി ലൈറ്റിന്റെ അടിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏകദേശം ഒരു പൂരപ്പറമ്പ് പോലത്തെ അവസ്ഥയാണ് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ടെമ്പററി ലൈറ്റിന്റെ അടിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഒരു ഫ്ലാഷ് കണ്ട ഇങ്ങനെ വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ്. ആ ടെമ്പററി ലൈറ്റിന്റെ അടിയിൽ നിൽക്കുകയാണ്. 25 മിനിറ്റിനുള്ളിൽ അറിയാം. മുത്തുമണികളേ, ഹാപ്പി ന്യൂ ഇയർ. ഇത് ഡ്രോൺ ഷോ ആണ്. ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്നുണ്ട്. ഇത് ഫുള്ള് ഡ്രോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏകദേശം 3,000 to 5,000 ഡ്രോൺസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു ഷോ അവരുണ്ടാക്കിയേക്കുന്നത്. ഞാൻ നോക്കിയിരുന്നത്, ഗൂഗിളിൽ ചെക്ക് ചെയ്തിരുന്നു, മനസ്സിലായതാ. ഡ്രോൺ ഷോ. ഫാൽക്കൺ പോലത്തെ വീഡിയോ. നൈസ് അല്ലേ? ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് വന്നിട്ട് പനയായി. റെക്കോർഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരട്ടെ ഗൈസ്. നിനക്ക് ഇതെന്താണ്? പേളാണ് ഗൈസ്. ഐ ഡോണ്ട് നോ ഇത് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുള്ളതാണ് കൺഫ്യൂഷൻ. അമ്മാതിരി പേള് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ഡ്രോണാട്ടാ. ആ പേള് പോണത് ഡ്രോൺ ഷോട്ടാണ്. നോക്കിയ പത്ത് എഫക്റ്റ് കേട്ടാ. ഓരോ
പണി. ഇവിടെ വന്നേനുണ്ടല്ലോ ഭയങ്കര വർക്കാണ്. എവിടെയും ഇങ്ങനത്തെ കാണാൻ പറ്റില്ല മക്കളെ. നൈസ് എന്ന് പറയാണ്ടല്ലോ. എനിക്കറിയില്ല ഞാനത് നിങ്ങൾക്കത് എത്ര മനസ്സിലാവുന്ന അറിയില്ല. ഇനി കൂടെ കാണുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സംഭവം കേട്ടോ, ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അടിപൊളി എന്ന് പറയാണ്ടല്ലോ. ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് കാണാൻ. നിങ്ങൾക്കത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ അതിൻ്റെ കമൻസ് എന്നോട് പറയണം. അത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കണം, മെസ്സേജ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോറി, മെസ്സേജ് അല്ല, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ബൈ, ഹാപ്പി ന്യൂ ഇയർ. ഓ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോണവരുടെ നോക്കിയ വലിയൊരു ക്രൗഡ് അല്ലേ.